നിൽക്കുന്നത് ആൻഷ്യൻ റോമിന്റെ ഏറ്റവും വലിയ ബിൽഡിങ്സിലൊന്നായ കൊളോസിയത്തിലാണ്. ഇത് 8 വേൾഡ് വണ്ടേഴ്സിലെ ഒരു പ്ലേസും കൂടിയാണ്. റോം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെൽ കണക്റ്റഡ് ആണ് കേട്ടോ ഈ കൊളോസിയം. ഓൾമോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് അങ്ങോട്ടേക്ക് ബസ്സും ട്രാമും ഒക്കെ ഉണ്ട്. കൊളോസിയത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ അവര് എല്ലാ ദിവസവും കുറച്ച് ടിക്കറ്റ്സ് ഓൺലൈനായിട്ട് കൊടുക്കും. അത് പക്ഷെ നമുക്ക് അന്ന് പോയാൽ കിട്ടത്തൊന്നുമില്ല, അന്ന് നോക്കിയാൽ കിട്ടത്തൊന്നുമില്ല, അഡ്വാൻസ് ആയിട്ട് ചെയ്യണം. സോ ഓൾവേസ് ബെറ്റർ ബുക്ക് യുവർ ടിക്കറ്റ് ഇൻ അഡ്വാൻസ്. അതാകുമ്പോൾ നമുക്ക് ഈ ക്യൂ നിൽക്കുന്ന സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. 2000 വർഷങ്ങൾക്ക് മുന്നേ പണി കഴിപ്പിച്ച ഈ കൊളോസിയത്തിൽ ഒരേ സമയം ഏകദേശം 50,000 പേരുടെ മുകളിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതുണ്ടല്ലോ, എന്താ പറയുക, ഒന്നാലോചിച്ച് നോക്കൂ, അന്ന് വലിയ വലിയ മെഷീൻസ് ഒന്നുമില്ല. എന്നിട്ട് പോലും റോമൻസ് ഭയങ്കര എന്തൊരു വലിയ ബിൽഡിംഗ് ആയി പണിതെന്നറിയോ. ഇതിൻ്റെ താഴെയാണെങ്കിൽ അണ്ടർഗ്രൗണ്ട് റൂട്ട്സും ടണൽസ് ഒക്കെ ഉണ്ട്, അവരുടെ ആനിമൽസിനെയും അവരുടെ പട്ടാളക്കാർക്കൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ടുള്ള. ഇത് ഒരു ആംഫി തിയേറ്റർ ആണ്. ഈ കൊളോസിയം എന്ന് പറഞ്ഞാൽ റോമൻസിന് വേറൊരു പ്ലേസ് മാത്രമല്ല, ഇവിടെയാണ് വേർ ഗ്ലാഡിയേറ്റേഴ്സ് ഫോട്ട്, ദ ക്രൗഡ് സ്റ്റിയർഡ് ആൻഡ് വേർ ഹിസ്റ്ററി കെയിം അലൈവ്. ഭയങ്കര എന്താ പറയുക, ഒരു അത്ഭുതമാട്ടോ ഇത്. നല്ല രസമുണ്ട്. 8th സെഞ്ച്വറിയിലൊക്കെ ഇവിടെ ഒരു പറച്ചിലുണ്ടായിരുന്നു, അതായത് വെൻ കൊളോസിയം ഫാൾസ് ദ റോം വിൽ ഫാൾ, സോ വെൻ റോം വിൽ ഫാൾ ദ വേൾഡ് വിൽ ഫാൾ. ഈ കൊളോസിയത്തിൽ എന്താ പറയുക, ഇവിടെ ഷോസ് ഒക്കെ നടക്കുമ്പം ഇവരുടെ സോഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ചാണ് ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ളവർക്ക് നന്നായിട്ട് ഇന്ന് കാണാം. നമ്മൾ ഇവിടെ ബുക്കൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കാണില്ലേ, ഭയങ്കര പൈസ ഉള്ള സീറ്റ്സ്, നല്ല വ്യൂ ഒക്കെ ഉള്ള. പക്ഷേ പുവർ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏറ്റവും വേഴ്സ് സീറ്റ്സാണ് കൊടുക്കുക. അത് കാണാമെന്ന് ചോദിച്ചാൽ കാണാം, കണ്ടില്ലേന്ന് ചോദിച്ചാൽ കണ്ടില്ല. അങ്ങനത്തെ ആ സിസ്റ്റമായിരുന്നു ഇവിടെ ഉള്ളത്. അതാണ് ഇവിടെ എഴുതി വെച്ചേ, അതിനെയാണ് ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് റോമൻ ഫോറം, പിന്നെ പാലറ്റൈൻ ഹിൽ. പാലറ്റൈൻ ഹിൽ എന്ന് പറയുന്നത് ഹിൽ പാലസ് ആണെന്ന് തോന്നുന്നു കേട്ടോ, അതിൻ്റെ ഫുള്ള് വരുമ്പം. ഇത് കൊളോസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ കൊളോസിയം ടിക്കറ്റ് എടുത്താൽ അതിൻ്റെ അകത്ത് ഇതും ഇൻക്ലൂഡഡ് ആണ്. ഈ കൊളോസിയത്തിൽ വരുമ്പോൾ ഇവിടെ ഫുള്ള് ഈ ഗൈഡഡ് ടൂർസ് എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളോട് ചോദിക്കും. ഇംഗ്ലീഷ് ഗൈഡഡ് ടൂർസും ഉണ്ട്, അല്ലാത്തതുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് നടന്ന് കാണാം. ഞങ്ങൾ ഗൈഡഡ് ടൂർ എടുത്തിട്ടില്ല. എടുക്കാണ്ട് ഒരാൾക്ക് 18 യൂറോ ആണ് അഡൽട്ടിന് ചാർജ് വരുന്നത്. പിന്നെ പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര ക്യൂ ആണ്. ഞങ്ങൾക്ക് ഏകദേശം 30 മിനിറ്റ് എന്നപ്പോൾ ഒരു ക്യൂ കിട്ടി. പക്ഷെ പല യൂട്യൂബൊക്കെ ഞാൻ സെർച്ച് ചെയ്തപ്പം 4 മണിക്കൂറും ക്യൂ, 3 മണിക്കൂർ ക്യൂ എന്നൊക്കെ കാണാണ്ട്. അത് ഹൈപ്പ് ഇട്ടതാണോ അതോ ശരിക്കും എങ്ങനെയാണോ അറിയില്ല. ഇവിടുത്തെ പാലറ്റൈൻ ഹില്ലാണ് നമ്മൾ റോമിൻ്റെ ഒരു ബർത്ത് പ്ലേസ് എന്നൊക്കെ പറയുന്ന സ്ഥലം. അതായത് റോമിൻ്റെ ലെജൻഡറി ഫൗണ്ടേഴ്സ് എന്നറിയപ്പെടുന്ന റോമുലസിനെയും റീമസിനെയും ഇവിടെ വെച്ചിട്ട് ഈ പാലറ്റൈൻ ഹില്ലിൽ വെച്ചിട്ട് ഒരു പെൺ ചെന്നായിക്ക് കിട്ടി, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ പാലറ്റൈൻ ഹില്ലിലാണ് ഇവിടുത്തെ മിക്ക എംപറേഴ്സിൻ്റെയും ഇവിടുത്തെ ഭയങ്കര എലീറ്റ് പീപ്പിളിൻ്റെയൊക്കെ റെസിഡൻഷ്യൽ പ്ലേസും ഈ പാലറ്റൈൻ ഹില്ലിലാണ്. റോമൻ ഫോറത്തിലോട്ട് പറയാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പല പബ്ലിക് സ്പീച്ചസും പിന്നെ ഈ ഗ്ലാഡിയേറ്റർ ഫൈറ്റ്സ് ഒക്കെ ഇല്ല, അതായത് ഈ മല്ലയുദ്ധം എന്നൊക്കെ പറയുന്ന സാധനം, അതും പിന്നെ പല ക്രിമിനൽ ട്രയൽസ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത് ഇവിടുത്തെ റോമൻ ഫോറത്തിലാണ്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ. എന്തോ അനൗൺസ്മെന്റ് ഉണ്ട്. ആ മ്യൂസിയം പക്ഷെ 4 മണിയാകുമ്പോൾ അടയ്ക്കും. ഭയങ്കര ഫേമസ് കഥകളിൽ ഒന്നാണ് കേട്ടോ ഈ കൊളോസിയത്തിൻ്റെ
ഉദ്ഘാടനം ഉണ്ടാവുമല്ലോ, ഇനാഗുറേഷനനുബന്ധിച്ച് അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അന്നത്തെ എംപറർ ആയിരുന്ന ടൈറ്റസ് ഇവിടെ കുറേ മത്സരങ്ങളൊക്കെ വെച്ചു. സ്പോർട്സ് ഗെയിംസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ അതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻറ്റ് ഗെയിമാണ് ഇവരുടെ ഗ്ലാഡിയേറ്റോറിയൽ ഫൈറ്റ്, മല്ലയുദ്ധം. അപ്പം അതിൻ്റെ അകത്ത് ഇവിടുത്തെ അന്നത്തെ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള 2 പോരാളികളായിരുന്നു വേഴ്സസും പ്രിസ്നസും. അങ്ങനെ ഇവരുടെ ഒരു മത്സരം വെച്ചു. മത്സരം നീണ്ടുപോയി അവർ രണ്ടുപേരും ഭയങ്കര കട്ടക്കി നിന്നു. അങ്ങനെ ടൈറ്റസിനകത്ത് കൺഫ്യൂഷനായി. അങ്ങനെ പുള്ളി രണ്ടുപേരെയും എന്താ പറയുക, രണ്ടുപേരും ജേതാവാന്ന് പ്രഖ്യാപിച്ച് 2 പേർക്കും സമ്മാനം കൊടുത്തു. ആ ഫൈറ്റ് ഇവിടുത്തെ ഈ കൊളോസിയത്തിൽ വെച്ച് നടന്ന ഫൈറ്റ്സിൽ ഭയങ്കര റെയറും ഇന്നും എന്താ പറയുക ആൾക്കാർ ഇവിടുത്തെ റോമൻസ് അവരുടെ നമ്മൾ ഈ മുത്തശ്ശി കഥകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഫേമസ് ഇവിടുത്തെ ഇതിൽ ഫൈറ്റ്സിലൊന്നാണ്.